നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ നയതന്ത്ര വിജയമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകൻ തഹവൂർ റാണയെ യുഎസിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചത്. അപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വായ്പയെടുത്തു മുങ്ങിയ ചോംസ്കിയുടെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി. മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു തന്നെ വിജയ് മല്യയെ മോദിയും നിർമ്മല സീതാരാമനും ഉൾപ്പെടെ പൂട്ടിയിരുന്നു. വിജയ് മല്യയുടെ സകല സ്വത്തുക്കളും ഇഡി റെയ്ഡ് നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. അന്ന് തന്നെ വായ്പയെടുത്തു മുങ്ങിയിരുന്ന വ്യവസായികളുടെ ലിസ്റ്റും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരുന്നു. ഇനി അടുത്ത ഊഴം മെഹുൽ ചോംസ്കിയുടേതാണ്. നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രത്ന വ്യാപാരി മെഹുൽ ചോംസ്കിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് ചോംസ്കിയെ അറസ്റ്റ് ചെയ്തത്. ബെൽജിയം പോലീസിൻ്റേതാണ് നടപടി. CBIയുടെ അപേക്ഷയിൽ ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് 65-കാരനായ മെഹുൽ ചോംസ്കിയെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇയാൾ ജയിലിലാണെന്നാണ് റിപ്പോർട്ട്. 2018-ലും 2021-ലുമായി മുംബൈ കോടതി പുറപ്പെടുവിച്ച 2 അറസ്റ്റ് വാറന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ചോംസ്കിയെ പിടികൂടിയിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോംസ്കി ഭാര്യ പ്രീതി ചോംസ്കിക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു. മെഹുലിന്റെ ഭാര്യ പ്രീതിക്ക് ബെൽജിയം പൗരത്വമുണ്ട്. ബെൽജിയത്തിൽ താമസിക്കുന്നതിനുള്ള പെർമിറ്റിനായി മെഹുൽ ചോംസ്കി നൽകിയ രേഖകളും വ്യാജമാണെന്നാണ് ആരോപണം. 2021-ൽ ആന്റിഗയിൽ നിന്ന് മുങ്ങിയ മെഹുലിനെ കുറിച്ച് പിന്നീട് വിവരമൊന്നുമില്ലായിരുന്നു. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദിയുടെ സഹോദരി പുത്രനാണ് മെഹുൽ ചോംസ്കി. ലണ്ടൻ ജയിലിൽ കഴിയുന്ന നീരവിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ബ്രിട്ടനിലെ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലുക്കിയ കോടികളുടെ PNB തട്ടിപ്പ് പുറത്തുവരുന്നതിന് തൊട്ടുമുമ്പ് 2018 ജനുവരി ആദ്യ വാരത്തോടെയാണ് ചോംസ്കിയും അനന്തരവൻ നീരവ് മോഡിയും ഇന്ത്യയിൽ നിന്നും കടന്നത്. ഈ കേസിനെ പറ്റി രാജ്യത്തെ ഫെഡറൽ പബ്ലിക് സർവീസിന് കൃത്യമായ അറിവുണ്ട്. ഇക്കാര്യത്തിന് ആവശ്യമായ പ്രാധാന്യവും ശ്രദ്ധയും നൽകുന്നുണ്ടെന്നും അർബുദ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറാൻ ചോംസ്കി തയ്യാറെടുക്കുകയായിരുന്നെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. കോടികളുടെ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട ചോംസ്കിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയത്തോട് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു. മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ തഹവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച കേന്ദ്ര സർക്കാർ മെഹുൽ ചോംസ്കിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. 2,565.9 കോടിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറിയിച്ചിരുന്നു. മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്നും ഫെഡറൽ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക് എന്നിവയുടെ ആസ്തി തിരിച്ചു കിട്ടുവാനുള്ള അപേക്ഷയിലാണ് ലേലം അനുവദിക്കാനുള്ള കോടതി തീരുമാനം. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക PNB ICICI ബാങ്കിന്റെയും സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കുമെന്നും ED അറിയിച്ചു. 2018-ൽ ചോംസ്കിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. സാന്താക്രൂസിലെ ഖേനി ടവറിൽ ഏകദേശം 27 കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളും അന്തേരി ഈസ്റ്റിലെ 98.03 കോടി രൂപ വിലമതിക്കുന്ന 2 സ്വത്തുക്കളും ലേലം ചെയ്യപ്പെടുന്ന ആദ്യ ബാച്ച് ആസ്തികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ മാത്രം 4000-ലേറെ ശാഖകളുള്ള ഗീതാഞ്ജലി ജ്വല്ലറിയുടെ ഉടമയാണ് മെഹുൽ ചോംസ്കി. പഞ്ചാബ് നാഷണൽ ബാങ്ക് കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിൽ നിന്നും 13,000 കോടി രൂപ വായ്പയെടുത്ത് മെഹുൽ ചോംസ്കി അനന്തരവൻ നീരവ് മോദിയെ തിരിച്ചടയ്ക്കാതെ രാജ്യം വിടുകയായിരുന്നു. PNB തട്ടിപ്പ് മാധ്യമങ്ങൾ അറിയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മെഹുൽ ചോംസ്കി ഇന്ത്യ വിട്ടിരുന്നു. ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് 2018 ജനുവരി US-ലേക്ക് പോയത്. പിന്നീട് US-ൽ നിന്നും ആന്റിഗയിലേക്ക് കടന്ന് ആന്റിഗയിൽ നിയമപ്രകാരം നിശ്ചിത തുക നൽകി പൗരത്വം നേടി. സാമ്പത്തിക കുറ്റവാളിയായ ചോംസ്കിയെ കൈമാറണമെന്ന് ആന്റിഗയോട് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെയാണ് ബോട്ടിൽ ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിടെ 2021 മേയിൽ ചോംസ്കി ഡൊമിനിക്കിൽ നിന്നും പിടിയിലായിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ ബെൽജിയത്തിൽ ഉണ്ടെന്ന വിവരങ്ങൾ ലഭിച്ചത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.